അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വലാഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. പ്രിയമുള്ള ഗ്രൂപ്പിലെ സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, നമ്മൾ വിഷയ അവതരണത്തിലേക്ക് പോവുകയാണ്. ജിന്നിനോടുള്ള ഇസ്തിആന, ജിന്നിനോടുള്ള സഹായതേട്ടം. അപ്പോൾ ഈ ജിന്നിനോടുള്ള സഹായതേട്ടം എന്ന് പറയുന്ന വിഷയം നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ, അങ്ങനെ ഒരു വിഷയം നമ്മുടെ കേരളക്കരയിൽ ഉണ്ടാകാൻ, ഇങ്ങനൊരു വിവാദപരമായ വിഷയം എങ്ങനെ ഉണ്ടായി എന്നതിനെക്കുറിച്ച് അതിൻ്റെ ഒരു പശ്ചാത്തലം നമ്മൾ വിവരിക്കണം. പശ്ചാത്തലത്തിൽ നിന്ന് മാത്രമേ ഏതൊരു കാര്യത്തെയും നമുക്ക് വളരെ സ്ഥൂലമായ നിലയിൽ അത് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. ഇപ്പോൾ വിശുദ്ധ ഖുർആനിൽ നമ്മൾ ആയത്തിന് തഫ്സീർ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും? ആ ആയത്ത് അവതരിക്കാനുണ്ടായ സാഹചര്യം എന്തെന്ന് നോക്കും. ആ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് ആ ആയത്ത് മനസ്സിലാക്കുമ്പോഴാണ് അതിൻ്റെ പൂർണ്ണാർത്ഥത്തിൽ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുക. അത് ദുനിയാവിൽ നടക്കുന്ന ഏതൊരു സംഭവത്തിനും അതുണ്ടാവും. അതേപോലെ ഈ ജിന്ന് വിവാദത്തിനും അതുണ്ട്. ജിന്ന് എന്ന് പറഞ്ഞാലും അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് മലക്കളെ സൃഷ്ടിച്ചിട്ടുണ്ട്. മനുഷ്യനെ സൃഷ്ടിക്കാൻ പോകുന്ന കാര്യം അള്ളാഹു തആല മലക്കളോട് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ നമ്മൾ വിശുദ്ധ ഖുർആനിൽ കാണുന്നു. അപ്പോൾ മനുഷ്യനുണ്ടാകുന്നതിന് മുമ്പേ ഉണ്ടായതാണ് മലക്കുകൾ. അതേപോലെ തന്നെ ഒരു വർഗമാണ് ആര്? ജിന്നുകൾ. ജിന്നുകൾ എന്ന് പറഞ്ഞാൽ ശൈത്താന്മാർ. ആ ശൈത്താൻ കാലമില്ല ജിന്നീനാ. ശൈത്താന്മാർ ജിന്ന് വർഗത്തിൽപ്പെട്ടവനാണ്. അപ്പോൾ ജിന്ന് വർഗത്തിൽപ്പെട്ടവരും ഉണ്ട്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സ്വർഗത്തിൽ നിന്ന് വഴിതെറ്റിച്ചതാരാണ്? ജിന്ന് വർഗത്തിൽപ്പെട്ട ശൈത്താനാണ്. അപ്പോൾ അന്നേ മൂപ്പരുണ്ട്. മനുഷ്യനോടൊപ്പം തന്നെ ആരുണ്ട്? ശൈത്താന്മാരും ഉണ്ട്. ഇങ്ങനെയുള്ള രണ്ട് സൃഷ്ടികൾ, അല്ലെങ്കിൽ ജിന്നുകൾ എന്ന് പറയുന്ന സൃഷ്ടികൾ ഇപ്പം എങ്ങനെയാണ് ഒരു വിവാദമായത്? മുജാഹിദ് പ്രസ്ഥാനത്തിനിടയിൽ എങ്ങനെ 2002 മുതൽ ഇതൊരു വിവാദമായത്? അതുവരെ എന്തുകൊണ്ട് വിവാദമായില്ല? അതിനു മുമ്പ് ഇത് ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. ജിന്നിനെ കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ട്, മലക്കിനെ കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ട്, ഒക്കെ ഉണ്ടായിട്ടുണ്ട്. വലിയ വലിയ പ്രധാനികളായ ആളുകൾ ഇത് ചർച്ചയാക്കിയിട്ടുണ്ട്. പക്ഷെ അന്നൊന്നും വിവാദം ഉണ്ടായിട്ടില്ല. വിവാദം ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞുകൂടാ. ഇപ്പോൾ ഡോക്ടർ ഉസ്മാൻ സാഹിബ്, അദ്ദേഹം ദീർഘകാലം കേരള നദവത്തുൽ മുജാഹിദിൻ്റെ പ്രസിഡന്റ് പദവി അലങ്കരിച്ച ആളാണ്. അദ്ദേഹം ഒരു ശുദ്ധ നിരീശ്വരവാദിയായിരുന്നു. കടുത്ത നിരീശ്വരവാദിയും കമ്മ്യൂണിസ്റ്റുമായി ഇസ്ലാമിനെ അങ്ങേയറ്റം ഫൽസിക്കുകയും മോശമാക്കുകയും ചെയ്യാൻ വേണ്ടി ദീർഘകാലം പ്രവർത്തിച്ച് ഇജൊരു നല്ല മനസ്സനാകാൻ നോക്കുന്ന പറഞ്ഞ നാടകം ഉണ്ടാക്കി അങ്ങനെ ഇസ്ലാമിക സമൂഹത്തെ കൊഞ്ഞനം കുത്തിയിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു ഡോക്ടർ ഉസ്മാൻ സാഹിബ്. അദ്ദേഹത്തിന് ഹിദായത്ത് കിട്ടിയതിനു ശേഷം അദ്ദേഹം ദീനിന് ഒരുപാട് സേവനങ്ങൾ ചെയ്തിട്ടാണ് അവസാനം മരിക്കുന്നത്. അദ്ദേഹം സൽസബീൽ എന്ന് പറയുന്ന കെ ഉമർ മൗലവി റഹിമഹുല്ലയുടെ ആ ഗ്രന്ഥത്തിൽ ത്രൈമാസികയിൽ ഒരുപാട് ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്. ഇസ്ലാമിക യുക്തിവാദ സഹമായ കാര്യങ്ങൾക്കൊക്കെ മറുപടി എഴുതാൻ വേണ്ടി ഉമർ മൗലവി ഡോക്ടർ ഉസ്മാൻ സാഹിബിനെയാണ് ഏൽപ്പിച്ചിരുന്നത്. ആ കാലഘട്ടത്തിൽ അദ്ദേഹം പ്രധാനമായി എഴുതിയിട്ടുള്ള ഒരു ലേഖനമാണ് ജിന്നും ശൈത്താനും എന്ന പേരിൽ അദ്ദേഹം തുടർ ലേഖനം എഴുതി. ആ തുടർ ലേഖനങ്ങൾ അവസാനം മുഖ്യ ശത്രു എന്ന പേരിൽ പുസ്തകമാക്കി പ്രസിദ്ധീകരിച്ചു. അപ്പോൾ ജിന്നുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് വിഷയങ്ങൾ ഖുർആന്റെയും സുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിൽ അദ്ദേഹം ചർച്ച ചെയ്തിട്ടുണ്ട്. പ്രത്യേകം അദ്ദേഹം എന്താണ്, ജിന്നുകളും മറ്റു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന ദുസ്വാധീനങ്ങളെ സംബന്ധിച്ച് പഠിക്കേണ്ട അവസ്ഥ ഒരു വിശഗ്വരൻ എന്ന നിലയിൽ അദ്ദേഹത്തിന് ബാധ്യത ഉള്ളതുകൊണ്ട് അദ്ദേഹം അത് ചർച്ച ചെയ്തിട്ടുണ്ട്. അന്നൊന്നും ഇവിടെ എന്തായില്ല, അന്ധവിശ്വാസം പ്രചരിപ്പിച്ചു എന്ന് ആരും പറഞ്ഞിട്ടില്ല. കേരള നദവത്തുൽ മുജാഹിദിൻ്റെ സെക്രട്ടറി ആയിരുന്ന KP മുഹമ്മദ് മൗലവി റഹിമഹുല്ലക്ക് അതിനെക്കുറിച്ചൊരു ആക്ഷേപം ഉണ്ടായിട്ടില്ല. അത് കേരളത്തിൽ ധാരാളമായി വിറ്റുപോയിട്ടുള്ള പുസ്തകമാണ്. അതേപോലെ വേറെയും പല ആൾക്കാർ, ചെറിയമുണ്ട് അബ്ദുൽ ഹമീദ് മദനി ഇതിൽ ഒരുപാട് ലേഖനങ്ങൾ എഴുതിയിട്ടുള്ള ആളാണ്. അന്നൊന്നും ആർക്കും ഒരു തർക്കവും ഉണ്ടായിട്ടില്ല, ഒരു വിഷയമില്ല. മാത്രമല്ല, ഏറ്റവും രസകരമായ സംഗതി എന്താണെന്ന് വെച്ചാൽ, തൊട്ട് മേലെ ഞാനൊരു നോട്ടീസ് ഉണ്ട്. ആ നോട്ടീസ് നിങ്ങളൊന്ന് വായിച്ചു നോക്കണം കേട്ടോ. അടുത്ത വോയിസിൽ ഞാൻ ഈ ടാഗ് ചെയ്ത വോയിസിൻ്റെ പ്രത്യേകത എന്താ അറിയാം? നിങ്ങൾ പ്രത്യേകം നോക്കണം, ശരിക്കും ആദ്യാവസാനം നോക്കണം. അത് കേരള നദവത്തുൽ മുജാഹിദിൻ്റെ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയോ മറ്റോ നടത്തിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട പരിപാടിയുടെ നോട്ടീസാണ്. ആ നോട്ടീസിൽ പ്രധാനപ്പെട്ട ഒരു വിഷയം കൈകാര്യം ചെയ്യുന്ന ആരാന്നറിയുന്നത് ഡോക്ടർ സുബൈർ. എന്താ മൂപ്പരെ വിഷയം എന്നറിയോ? മനുഷ്യനും ജിന്നും. ആ വട്ടത്ത് കൊടുത്ത ഭാഗം ശരിക്കും ശ്രദ്ധിക്കുക. മനുഷ്യനും ജിന്നും എന്ന വിഷയം പ്രത്യേകമായി ഡോക്ടർ സുബൈർ എന്ന് പറയുന്ന ആ അവസാനം കേരള നദവത്തുൽ മുജാഹിദിൻ്റെ ആളുകൾക്കൊക്കെ വല്ലാത്ത ചതുർത്ഥിയായി മാറിയിട്ടുള്ള ഡോക്ടർ സുബൈർ നല്ലൊരു തഖിയായ മനുഷ്യനാണ്, നല്ല ഡോക്ടറാണ്.
അദ്ദേഹം ഡോക്ടർ ഉസ്മാൻ സാഹിബിൻ്റെ അതേ പാത പിൻപറ്റിക്കൊണ്ട് ജിന്നുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അതിൻ്റെ ചികിത്സയും കാര്യങ്ങൾക്കൊക്കെ പ്രത്യേകമായ പ്രോത്സാഹനം നൽകിയിട്ടുള്ള ഒരാളാണ്. അദ്ദേഹം അത് പഠിച്ചിട്ടുണ്ട്. പഠിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ഇത് പഠിച്ച് പറയാൻ തുടങ്ങിയപ്പോൾ ആണ് കുഴപ്പമുണ്ടായത്. അദ്ദേഹത്തിനെ അരിക്കാക്കാൻ വേണ്ടി ഒരുപാട് ആൾക്കാർ ശ്രമിച്ചിട്ടുണ്ടല്ലോ. പക്ഷേ അദ്ദേഹത്തിനെ പ്രോത്സാഹിപ്പിച്ചവരായ ആളുകൾ ആരാന്നറിയങ്ങൾ? കേരള നദ്വത്തുൽ മുജാഹിദിൻ്റെ നായകന്മാരായ ആളുകളാണ്. ഈ നോട്ടീസിലെ പേരുകൾ വായിച്ചു നോക്കുക. TP അബ്ദുൽ ഖായ മദനി അവസാനത്തിലുണ്ട്. CP ഉമർ സുല്ലമി അതിൻ്റെ നോട്ടീസിലുണ്ട്. അദ്ദേഹം പ്രത്യേകമായ വിഷയം കൈകാര്യം ചെയ്യുന്ന ആളാണ്. HE മുഹമ്മദ് ബാബു സേട്ട് മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ നേതാക്കന്മാരാണ്. ആലപ്പുഴ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അതിൻ്റെ വലിയ വലിയ നേതാക്കന്മാർ എന്ന് ഇന്നും അന്നും അറിയപ്പെടുന്നവരായ ആളുകളൊക്കെയുള്ള ഒരു മീറ്റിങ്ങിലല്ല ഒരു ക്യാമ്പിൽ പ്രധാനമായ ഒരു വിഷയം അവതരിപ്പിക്കാൻ വേണ്ടി ഡോക്ടർ സുബൈർ സാഹിബിനെ ക്ഷണിക്കുകയും അദ്ദേഹം ജിന്നും മനുഷ്യനും എന്ന വിഷയം തന്നെ കൈകാര്യം ചെയ്യുകയും ചെയ്തു. ആർക്കും പരാതി ഉണ്ടായില്ലെന്ന് മാത്രമല്ല, അതൊക്കെ ഒരു പഠിക്കേണ്ട വിഷയമാണ് എന്ന നിലക്ക് തന്നെയാണ് ഇങ്ങനൊരു വിഷയം കൊടുത്തിട്ട് ആളെ കൊണ്ട് ക്ലാസ് എടുപ്പിച്ചിട്ടുള്ളത്. അന്നൊന്നും ആർക്കും ഒരു പ്രശ്നം. അപ്പോൾ ഡോക്ടർ സുബൈർ സാഹിബിനെ പോലെയുള്ള ആളുകളെ വിളിച്ചു വരുത്തിക്കൊണ്ട് ജിന്നും സിഹറും അതുപോലെ തന്നെ മനുഷ്യനും ഒക്കെയായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ക്ലാസുകൾ സംഘടിപ്പിച്ചതിൽ ആർക്കൊക്കെ പങ്കുണ്ട്? കേരള നദ്വത്തുൽ മുജാഹിദിൻ്റെ നേതാക്കന്മാരായ ആളുകൾക്കുണ്ട്. അതേപോലെ തന്നെ CD ടവറുകാർക്കുണ്ട്. അതുപോലെ തന്നെ മർക്കസ് ദേവക്കാർക്കുണ്ട്. മർക്കസ് ദേവൻ്റെ നേതാക്കന്മാരുണ്ട് ഇതിൻ്റെ അകത്ത്. അതേപോലെ തന്നെ CD ടവറിൻ്റെ നേതാക്കന്മാരുണ്ട്. എല്ലാ കൂട്ടരുണ്ട്. അന്നൊന്നും ഈ ജിന്ന് എന്ന് പറഞ്ഞത് ഒരു ചതുർത്ഥി ആയിട്ടില്ലായിരിക്കും. അത് ഒരു വിവാദ വിഷയം ആർക്കും ആയിട്ടില്ല. മറ്റ് പഠിക്കേണ്ട വിഷയമായതുകൊണ്ടാണല്ലോ ക്യാമ്പിൽ വിളിച്ചിട്ട് ക്ലാസ് എടുപ്പിക്കുന്നത്. ഡോക്ടർ ഉസ്മാൻ സാഹിബ് പുസ്തകം എഴുതിയപ്പോൾ ആർക്കും പരാതി ഉണ്ടായിട്ടില്ല. ഉമർ മൗലവി സൽസബിൽ പ്രസിദ്ധീകരിച്ചപ്പോൾ ആർക്കും പരാതി ഉണ്ടായിട്ടില്ല. ആർക്കും ഒരു പ്രശ്നവുമില്ല. പിന്നെ എങ്ങനെയാണ് 2007 മുതൽ ഇതൊരു വലിയ വിഷയമായി മാറിയത് എന്ന ചില അടിസ്ഥാനപരമായ ചില വിഷയങ്ങളുണ്ട്. 2007 മുതലാണ് ഇത് വിവാദമാകാൻ തുടങ്ങിയത്. 2007 ഒരു സമയം എന്ന് പറഞ്ഞാൽ എന്താണ്? 2002 മുജാഹിദ് പ്രസ്ഥാനത്തിനുള്ളിൽ പിളർപ്പുണ്ടായത്. ഒന്നാമത്തെ പിളർപ്പ് അഥവാ മർക്കസു ദേവ മുജാഹിദുകളൊന്നും CD ടവർ അന്ന് ഉണ്ടായിട്ടില്ല. ഔദ്യോഗിക മുജാഹിദ് എന്ന പേരിലുണ്ടായിരുന്ന വേറൊരു വിഭാഗവും 2 വിഭാഗമായി പിരിയുന്നത് 2002 ആ 2002 ഇത് വേർപിരിഞ്ഞ് പോയപ്പോൾ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ദഅവത്ത് വളരെ സുസജ്ജമായി മുന്നോട്ട് പോയി. ആ സുസജ്ജമായി മുന്നോട്ട് പോയപ്പോൾ ആ കൂട്ടത്തിൽ പ്രധാനികളായിരുന്നു ഒരു സംവാദങ്ങളും അല്ലാത്ത കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോയതിൽ പ്രധാനപ്പെട്ട ചില വ്യക്തികളുണ്ട്. അതൊന്ന് KK സക്കരിയ സ്വലാഹി റഹിമഹുല്ലാ. അദ്ദേഹത്തിന് എല്ലാവിധ വൈജ്ഞാനികമായ പിൻബലവും നൽകിയിട്ടുള്ള ആളാണ്. തുറക്കൽ P അബ്ദുൽ ജബ്ബാർ മൗലവി റഹിമഹുല്ലാ. രണ്ടുപേരും എൻ്റെ അങ്ങേയറ്റം അടുത്ത സുഹൃത്തുക്കൾ മാത്രമല്ല. അബ്ദുൽ ജബ്ബാർ മൗലവി എന്ന് പറഞ്ഞാൽ അദ്ദേഹം എന്നെക്കാളും വളരെ പ്രായമുള്ള ആളാണെങ്കിലും ഒരു സുഹൃത്തിനേക്കാളും അടുത്ത് ഞങ്ങൾ പെരുമാറിയിട്ടുണ്ട്. രണ്ടുപേരും എൻ്റെ ഏറ്റവും വേണ്ടപ്പെട്ടവരായ ആളുകളാണ്. അവർ രണ്ടുപേരുമാണ് പ്രധാനമായും ഈ മർക്കസ് ദഅവ വിഭാഗം വിട്ടുപോയതിന് ശേഷം സംവാദവേദികളിലും ഈ ദഅവത്ത് മേഖലയിലേക്കും അതിശക്തമായി മുന്നോട്ട് വന്നിട്ടുള്ളത്. അതിൻ്റെ ഒരു ഫലമായിട്ട് ഒരുപാട് മാറ്റങ്ങൾ കേരളത്തിലുണ്ടായി. വമ്പിച്ച ദഅവത്ത് രംഗത്ത് വലിയ മാറ്റങ്ങളുണ്ടായി. അങ്ങനെ ഈ ഒരു സംഗതി നടന്നു പോകുന്നതിനിടയിലാണ് എന്തുണ്ടാകുന്നതെന്നറിയോ? ഖുറാഫികളായ കുറച്ച് ആൾക്കാർ രംഗപ്രവേശം ചെയ്യുകയും അവർ ഈ ദഅവത്തിനെ ഒന്ന് ശരിയാക്കണം എന്ന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുകയും ചെയ്തു. അങ്ങനെ പ്രവർത്തിച്ച കൂട്ടത്തിൽ ഒരാളാണ് അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ്. അദ്ദേഹം SYSൻ്റെ ഒക്കെ നേതാവായ ഒരാളാണ്. ഇപ്പോഴും ഒരു കുതന്ത്രക്കാരനായി ഇപ്പോഴും അറിയപ്പെടുന്ന, സമസ്തൻ്റെ ഉള്ളിൽ കുതന്ത്രം കാണിക്കുന്ന വ്യക്തിയാണ് ഈ അബ്ദുൽ ഹമീദ് ഫൈസി എന്ന് പറയുന്ന ചങ്ങാതി. ഞങ്ങൾ ഒരുമിച്ച് അലിഗറിൽ പരീക്ഷ എഴുതാൻ പോയപ്പോൾ ട്രെയിനിന് അദ്ദേഹത്തിന് ഏറ് കിട്ടിയപ്പോൾ പോയി സഹായിച്ചത് ഞാനാണ്. അങ്ങനെയൊക്കെ ചില ബന്ധങ്ങളുണ്ട്. ഏതായിരുന്നാലും ആളൊരു മുരടനാണ്. ഇയാൾ എവിടെ ചെന്ന് കഴിഞ്ഞാലും അവിടെ ഫിത്തന ഉണ്ടാക്കും. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു ഫിത്തന രംഗത്ത് വന്നു. അദ്ദേഹം ചില ലേഖനങ്ങൾ ചന്ദ്രിക ദിനപത്രത്തിലൂടെ പ്രസിദ്ധീകരിച്ചു. എന്താ ചന്ദ്രിക ദിനപത്രത്തിലൂടെ? മുജാഹിദുകളുടെ തൗഹീദ് പൊളിഞ്ഞതാകുന്നു എന്ന് സ്ഥാപിക്കലാകുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. അതിനുവേണ്ടി അദ്ദേഹം ലേഖനങ്ങൾ എഴുതി. എന്താണ് അദ്ദേഹത്തിൻ്റെ ലേഖനത്തിൻ്റെ അടിസ്ഥാനപരമായ കണ്ടന്റ് എന്ന് അറിയാം നിങ്ങൾ? മുജാഹിദുകൾ എന്ന് പറഞ്ഞവർ
തൗഹീദിനെ നിർവചിച്ചത് തെറ്റാണ്. മുജാഹിദുകളുടെ നിർവചനപ്രകാരം തന്നെ മുജാഹിദുകൾ മുശ്രിക്കുകളും കാഫിറുകളുമാണ് എന്ന് സ്ഥാപിക്കലാണ്. എന്താണ് അങ്ങനെ മുശ്രിക്കാൻ കാരണം? മുജാഹിദുകളുടെ തൗഹീദിൻ്റെ നിർവചനം എന്താ? അദൃശ്യവും അഭൗതികവും കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതവുമായ നിലയിൽ ഈ ലോകത്ത് മനുഷ്യനിൽ ഇടപെടാൻ കഴിയുന്നവൻ ഏകനായ അള്ളാഹു മാത്രമാണ്. അള്ളാഹുവിനല്ലാതെ അള്ളാഹുവിൻ്റെ സൃഷ്ടികൾക്ക് ആർക്കും അഭൗതികമായി കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി ഇടപെടാൻ കഴിയുകയില്ല. അങ്ങനെ കഴിയുമെന്ന് വിശ്വസിച്ചാൽ അവൻ മുശ്രിക്ക്. അപ്പോൾ മരിച്ചുപോയ അമ്പിയാക്കന്മാർ, ഔലിയാക്കന്മാർ ഇവരൊക്കെ കാര്യകാരണത്തിന് അപ്പുറത്തുള്ളവരാണ്. അവരൊക്കെ മനുഷ്യൻ്റെ ജീവിതത്തിൽ ഇപ്പോഴും ഇടപെടുന്നു എന്നുള്ള സമസ്തക്കാരൻ്റെ വിശ്വാസം ശിർക്കിൻ്റെ വിശ്വാസമാണ്. കാരണം അഭൗതികമായ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ നിലയിൽ അവർക്ക് നമ്മളിൽ ഇടപെടാൻ കഴിയുന്നു എന്ന വിശ്വാസമുള്ളത് കൊണ്ട് അവർ മുശ്രിക്കുകളാണ്, അവർ ചെയ്യുന്നത് ശിർക്കാകുന്നു എന്നാകുന്നു നമ്മുടെ ഈ നിർവചനം കൊണ്ട് സ്ഥാപിക്കാൻ ഉദ്ദേശിക്കപ്പെടുന്നത്. അപ്പോൾ സമസ്തക്കാരായ ഖുറാഫികൾ അവർ ചെയ്യുന്നത് അവരുടെ വിശ്വാസം അഹ്ലുസുന്നത്തിൻ്റെ വിശ്വാസത്തിന് എതിരായ, തൗഹീദിന് വിരുദ്ധമായ വിശ്വാസമാണ് മരണപ്പെട്ടവരിൽ അവർ വെച്ചു പുലർത്തുന്നത് സ്ഥാപിക്കാൻ വേണ്ടിയാണ്. പ്രധാനമായും അദൃശ്യവും അഭൗതികവും കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതവുമായ നിലയിൽ മനുഷ്യന്മാരിൽ അള്ളാഹു അല്ലാത്ത അള്ളാഹുവിൻ്റെ സൃഷ്ടികൾപ്പെട്ട ആരെങ്കിലും ഇടപെടുന്നു വിശ്വസിച്ചാൽ അത് ശിർക്കാകുന്നു എന്ന് നമ്മൾ നിർവചിക്കാൻ കാരണം. അപ്പോൾ ഈ നിർവചനത്തിൻ്റെ മുകളിൽ തൂങ്ങി ആര്? അമ്പലക്കട് ഫൈസി. ഓൻ പറഞ്ഞ എന്താണെന്നറിയങ്ങൾ? അങ്ങനെയാണെങ്കിൽ നിങ്ങളും മുശ്രിക്കീങ്ങൾ തന്നെയാണല്ലോ, മുജാഹിദീങ്ങൾ മുശ്രിക്കീങ്ങളാകുന്നതാണല്ലോ. എന്താ ഈ നിർവചനപ്രകാരം മുജാഹിദീങ്ങൾ മുശ്രിക്കാകാൻ കാരണം? മുജാഹിദുകളും ജിന്നുകളിൽ വിശ്വസിക്കുന്നുണ്ട്, ശൈത്താന്മാരിൽ വിശ്വസിക്കുന്നുണ്ട്, മലക്കുകളിൽ വിശ്വസിക്കുന്നുണ്ട്. ശൈത്താന്മാർ, ജിന്നുകൾ തുടങ്ങിയവർ മനുഷ്യന്മാരുടെ ജീവിതത്തിൽ ഇടപെടുന്നു, മനുഷ്യന്മാരിൽ വസ്വാസം ഉണ്ടാക്കുന്നു, മനുഷ്യന് രോഗം ഉണ്ടാക്കുന്നു, മനുഷ്യന്മാരിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. ഇതൊക്കെ കാര്യകാരണബന്ധങ്ങൾക്ക് അതീതമായ നിലയിൽ ജിന്നിന് മനുഷ്യന്മാരിലൂടെ ഇടപെടൽ ആണ് എന്നാണ് മൂപ്പര് സ്ഥാപിച്ചത്. മലക്കുകൾ മനുഷ്യൻ പറയുന്ന കാര്യങ്ങൾ എഴുതി വെക്കുന്നു, മനുഷ്യനെ സഹായിക്കുന്നു, മനുഷ്യനെ സംരക്ഷിക്കുന്നു. ഇതൊക്കെ മലക്കുകളെ അള്ളാഹു താല ഏൽപ്പിച്ചിട്ടാണ്. അപ്പോൾ മലക്കിൻ്റെ സഹായം നമുക്ക് വരിക, മലക്ക് നമ്മൾ പറഞ്ഞത് എഴുതി വെക്കുക എന്നൊക്കെ പറയുന്ന കാര്യങ്ങളും അഭൗതികമാണ്, കാര്യകാരണബന്ധങ്ങൾക്ക് അതീതമായിട്ട് ചെയ്യുന്നതാണ്. അതുകൊണ്ട് ഈ വിശ്വാസം മുജാഹിദീങ്ങൾക്ക് ഉള്ളത് കൊണ്ട് അവർ പറയുന്ന നിർവചനപ്രകാരം മുശ്രിക്കാണ്. അഥവാ അദൃശ്യവും അഭൗതികവും കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതവുമായ നിലയിൽ സഹായിക്കാൻ അള്ളാഹുവിന് മാത്രമേ കഴിയൂ എന്നുള്ള അവരുടെ നിർവചനം പൊളിഞ്ഞിരിക്കുന്നു. കാരണം ജിന്നും മലക്കും മനുഷ്യന്മാരിൽ ഇടപെടുന്നുണ്ട് എന്നവർ വിശ്വസിക്കുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ അഭൗതികമായ നിലയിൽ ഇടപെടുന്നതിൽ വിശ്വസിക്കലാണ്. അതുകൊണ്ട് നിർവചനം പൊളിഞ്ഞിരിക്കുന്നു, മുജാഹിദീങ്ങളുടെ തൗഹീദും പൊളിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ലേഖനം എഴുതി പ്രസിദ്ധീകരിച്ചു. സ്വാഭാവികമായും ദഅവത്ത് രംഗത്ത് ഉള്ളവരായ ആളുകൾ എന്ത് ചെയ്യണം? അവരതിനെ പ്രതിരോധിക്കണ്ടേ? അതിൻ്റെ വസ്തുത എന്നതാണെന്ന് ബോധ്യപ്പെടുത്തണ്ടേ? അങ്ങനെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് കെ സക്കരിയ സലാഹി റഹിമഹുല്ല ചന്ദ്രികയിൽ ഇദ്ദേഹത്തിന് മറുപടി എഴുതിയത്. ചന്ദ്രികയിൽ തന്നെ അബ്ബൽക്കൽ ഫൈസിയുടെ ലേഖനങ്ങൾക്ക് മറുലേഖനങ്ങൾ എഴുതിക്കൊണ്ട് അതിനോട് പ്രതികരിച്ചു. അതിൽ പറഞ്ഞ പ്രധാനപ്പെട്ട പോയിന്റ് എന്താണ്? ജിന്ന് മലക്ക് തുടങ്ങിയിട്ടുള്ള മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അദൃശ്യമായ സൃഷ്ടികളൊന്നും മനുഷ്യന്മാരിൽ ഇടപെടുന്നത് അദൃശ്യമായിക്കൊണ്ട് അഭൗതികമായിക്കൊണ്ട് കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായിക്കൊണ്ടല്ല, മറിച്ച് സൃഷ്ടികൾക്ക് അള്ളാഹു താല നിശ്ചയിച്ചിട്ടുള്ള വ്യവസ്ഥ അനുസരിച്ച് അവ ചെയ്യുന്നതാണ്. അതൊക്കെ ഭൗതികം തന്നെയാണ്, അതൊന്നും അഭൗതികമാണ് എന്ന് മുജാഹിദീങ്ങൾ പണ്ടും പറഞ്ഞിട്ടില്ല, ഇന്നും പറഞ്ഞിട്ടില്ല, ഒരു കാലത്തും പറയാനും പോകുന്നില്ല എന്ന നിലയിൽ അതിന് മറുപടി എഴുതി. അങ്ങനെയാണ് ഈ ചർച്ച ഉണ്ടാവുന്നത്. ജിന്ന് എന്ന് പറയുന്ന ചർച്ച ഉണ്ടാകുന്നത് അങ്ങനെയാണ്. ഖുറാഫികൾ അവരുടെ ശിർക്കിനെ ന്യായീകരിക്കാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള ന്യായങ്ങളെ പൊളിക്കുന്നതിന് വേണ്ടി നമ്മളുടെ ആളുകൾ ജബ്ബാർ മൗലവിയും അതുപോലെ തന്നെ സക്കരിയ സലാഹി റഹിമഹുല്ലയും അതിന് എതിരെ ലേഖനങ്ങൾ എഴുതി. അങ്ങനെയാണ് ഇതുണ്ടാണ്, ഈ ചർച്ച ഉണ്ടാണ്. അങ്ങനെയാണ് ഈ അബ്ദുൽ ഹമീദ് ഫൈസിയുടെ ചില പുസ്തകങ്ങൾക്കൊക്കെ മറുപടി എഴുതാൻ വേണ്ടി അബ്ദുൽ ജബ്ബാർ മൗലവി തയ്യാറാകുകയും അദ്ദേഹം അൽ ഇസ്ലാഹ് മാസികയിലൂടെ അതിന് ഖണ്ഡനം എഴുതുകയും ചെയ്തു. ആ അൽ ഇസ്ലാഹ് മാസികയിൽ അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവിന് മറുപടി എഴുതിയ കൂട്ടത്തിൽ അദ്ദേഹം തൗഹീദിനെ നിർവചിക്കുന്നതിന് ചില കാര്യങ്ങൾ എഴുതുകയുണ്ടായി. അതിൽ ചിലതാണ് ഞാൻ വായിച്ച് കേൾപ്പിച്ചത്.
ആ 2007 ഏപ്രിൽ മാസത്തിലെ ഇസ്രാഹിലെ ഒരു വരിയാണ്. അബ്ദുൽ ജബ്ബാർ മൗലവി ഇങ്ങനെ എഴുതി: പകൽ വെളിച്ചത്തിൽ വിജനമായ മരുഭൂമിയിലൂടെ നടന്നു നീങ്ങുന്ന ഒരാൾ, പരിസരത്ത് ആരെയും കാണുന്നില്ല. അവിടെ എൻ്റെ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും, മനുഷ്യൻ, മലക്ക്, ജിന്ന് എന്നിങ്ങനെ എന്നെ ആരെങ്കിലും എന്ന് പറഞ്ഞാൽ ഉദ്ദേശം അതാണ്. മനുഷ്യൻ, ജിന്ന്, മലക്ക് ആരെങ്കിലും എന്നെ സഹായിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് എന്നെ സഹായിക്കട്ടെ എന്ന് നനച്ച്, പടപ്പുകളെ എന്നെ ഒന്ന് സഹായിക്കണേ, എനിക്ക് ഒരു വഴി കാണിച്ചു തരണേ എന്ന് ഉച്ചത്തിൽ വിളിച്ചു പറയുകയാണെങ്കിൽ അഭൗതിക മാർഗത്തിലുള്ള സഹായതേട്ടം അതിലില്ല. എന്താണ് പറയുന്നത്? ഒരാൾ പകൽ വെളിച്ചത്തിൽ ഇങ്ങനെ നടന്നു പോവുകയാണ്. വിജനമായ മരുഭൂമിയിലൂടെ ആണ് നടന്നു പോകുന്നത്. പരിസരത്തൊന്നും ആരെയും കാണുന്നില്ല. അപ്പോൾ അവിടെ എവിടെയെങ്കിലും ആരെങ്കിലും ഉണ്ട്, മനുഷ്യനോ ജിന്നോ മലക്കോ ആരെങ്കിലും, ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും ആകട്ടെ, എന്നെ ഒന്ന് സഹായിക്കട്ടെ എന്ന് വിചാരിച്ച്, പടപ്പുകളേ എന്നെ ഒന്ന് സഹായിക്കണേ എന്ന് വിളിച്ചു പറഞ്ഞാൽ അതിലെന്തില്ല? ഉച്ചത്തിൽ വിളിച്ചു പറയുകയാണെങ്കിൽ അഭൗതിക മാർഗത്തിലുള്ള സഹായ തേട്ടം അതിലില്ല. അതൊരു അഭൗതികമായ തേട്ടമല്ല എന്നാണ് അദ്ദേഹം എഴുതിയത്. ഇതിൻ്റെ മുകളിൽ പിടിച്ചു തൂങ്ങി. അതേപോലെ തന്നെ അതേ ലേഖനത്തിൽ തന്നെ വേറൊരു സെന്റൻസ് എന്താണെന്നറിയോ? രാത്രിയുടെ ഇരുളിൽ തപ്പിത്തടഞ്ഞ ഒരാൾ ഇങ്ങനെ നടന്നു പോവുകയാണ്. അങ്ങനെ വെളിച്ചമില്ലാതെ നടന്നു പോകുന്ന സമയത്ത് തൊട്ടടുത്ത് നിന്ന്, അയാൾ നടന്നു പോകുന്നതിന് തൊട്ടടുത്ത് നിന്ന് ഒരു അശരീരി കേൾക്കുന്നു. ആരാന്നറിയില്ല, മനുഷ്യന്മാരൊന്നുമല്ല. ആ ശബ്ദത്തിൻ്റെ ഉടമ ഒരു ജിന്നാണെന്ന് കരുതി, ഒരു വെളിച്ചം തന്ന് സഹായിക്കാമോ എന്ന് അയാളോട്, ആ ശബ്ദത്തിൻ്റെ ഉടമയോട് ഒരാൾ ആവശ്യപ്പെട്ടാൽ അതിൽ എന്തില്ല? അത് കാര്യകാരണ ബന്ധത്തിന് അതീതമായ അഭൗതികമായ ഒരു തേട്ടമല്ല, അതുകൊണ്ടത് പ്രാർത്ഥനയുമല്ല എന്ന് അദ്ദേഹം എഴുതി. ഇതൊക്കെ എഴുതാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, സമസ്തക്കാരായ ആളുകൾ പ്രാർത്ഥന അല്ലാത്ത കാര്യങ്ങളെ പ്രാർത്ഥനയാക്കി അവതരിപ്പിക്കുകയാണ്. ജിന്നിൻ്റെയും മലക്കിൻ്റെയൊക്കെ ഇടപെടലുകൾ അഭൗതികവും കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതവുമാണ് എന്ന് സ്ഥാപിക്കാൻ വേണ്ടി അവർ ശ്രമിക്കുമ്പോൾ, അങ്ങനെയല്ല എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ വേണ്ടി ജബ്ബാർ മൗലവി എഴുതിയിട്ടുള്ള ലേഖനമാകുന്നു ഇത്. ഈ ലേഖനം ഒരിക്കലും ജിന്നിനോട് പ്രാർത്ഥിക്കാമെന്നോ, ജിന്നിനോട് പ്രാർത്ഥിച്ചാൽ ശിർക്കാവുകയില്ല എന്നോ, ജിന്നിനോടൊന്നും ചോദിക്കാമെന്നോ ഒന്നും സ്ഥാപിക്കൽ ഉദ്ദേശമല്ല. ഇത് വായിച്ചാൽ ആർക്കും മനസ്സിലാവും അങ്ങനെ എന്തെങ്കിലും സ്ഥാപിക്കണമെന്ന ഉദ്ദേശത്തിൽ അദ്ദേഹം പറഞ്ഞതല്ല. പിന്നെ എന്താണ് അദ്ദേഹം ഇത് പറയാൻ കാരണം? പറഞ്ഞത് എന്താണ്? ഒരു തേട്ടം പ്രാർത്ഥനയാകുന്നത്, ആരാധനയാകുന്നത് എപ്പോഴല്ല. ഇത് സ്ഥാപിക്കലാണ് അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം. ഇനി അതിന് പ്രത്യേകമായ ഒരു ഇങ്ങനെ പറയാനുള്ള പ്രത്യേകമായ ഒരു സാഹചര്യം കൂടി ഉണ്ട്. ആ സാഹചര്യം കൂടി പറയുമ്പോൾ മാത്രമേ ഇതങ്ങോട്ട് ശരിയാവും. അതായത് 2010 സമയത്ത്, അതായത് 2002 പിളർപ്പുണ്ടായത്. 2002, 2010, 2011 ആ സമയമൊക്കെ ആകുമ്പോഴേക്ക് എന്തുണ്ട്? അതിൻ്റെ മുമ്പുള്ള ഒരുപാട് സംവാദങ്ങൾ നടന്നു പോയിട്ടുണ്ട്, ഒരുപാട് മുഖാമുഖങ്ങൾ നടന്നു പോയിട്ടുണ്ട്. കേരളത്തിൽ മുഴുവനും മുഖാമുഖങ്ങൾ നടന്നിട്ടുണ്ട്. ആ മുഖാമുഖങ്ങൾക്കൊക്കെ നേതൃത്വം വഹിച്ചതിൽ പ്രധാനപ്പെട്ട ഒരാളാണ് അബ്ദുറഹ്മാൻ സലഫി. ബഹുമാന്യനായ എൻ്റെ ഒരു ഗുരുനാഥനാണ്, ബഹുമാന്യനാണ്, വളരെ ആഴമുള്ള പാണ്ഡിത്യമുള്ള നല്ല ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ്. പക്ഷേ അദ്ദേഹത്തിന് അവസാന നിമിഷത്തിൽ ഈ ശൈത്താനീയത്ത് കയറി, സംഘടനാപരമായ ഭക്തി കയറിയതുകൊണ്ട് ഒരുപാട് അനാവശ്യങ്ങൾ അദ്ദേഹം ചെയ്തു പോയി എന്നുള്ളൊരു ശരിയാണ്. അതിനോട് അദ്ദേഹം യോജിക്കുന്നില്ല. പക്ഷേ അദ്ദേഹം നല്ല വ്യക്തിബന്ധവും സൗഹൃദ ബന്ധവും ഇപ്പോൾ കാത്തു സൂക്ഷിക്കൊണ്ട് ഞാൻ അദ്ദേഹത്തെ അങ്ങേയറ്റം ആദരിക്കുന്നൊരു വ്യക്തിയാണ്. മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ കൂട്ടത്തിൽ ആദരിക്കപ്പെടുന്ന വ്യക്തികളിൽ ഒരാളാണ് അദ്ദേഹം. എൻ്റെ മനസ്സുകൊണ്ട് ആദരിക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തെ പോലെയുള്ള കുറച്ച് ആളുകളാണ്, പണ്ഡിതന്മാരാണ് ഈ മുഖാമുഖങ്ങൾക്കൊക്കെ നേതൃത്വം കൊടുത്തത്. അങ്ങനെ കോഴിക്കോട്ട് ടാഗോർ സെൻറ്ററിനറി ഹാളിൽ വെച്ചിട്ട് ഒരു മുഖാമുഖം നടത്തുകയുണ്ടായി. ആ മുഖാമുഖത്തിൽ കൈകാര്യം ചെയ്ത് ഉത്തരം പറഞ്ഞൊക്കെ അബ്ദുറഹ്മാൻ സലഫി, ബഹുമാന്യനായ അബ്ദുറഹ്മാൻ സലഫിയാണ്. ആ കൂട്ടത്തിൽ ആരുണ്ട്? അബ്ദുൽ ജബ്ബാർ മൗലവിയും ഉണ്ട്. ഇതൊക്കെ കേൾക്കാനും കാണാനും പോകുന്ന അദ്ദേഹത്തിന് വലിയൊരു ഹരാണ്, വലിയ രസകരമായൊരു സംഗതിയായിട്ട് അദ്ദേഹം അത് കാണാറുള്ളത്. അങ്ങനെ ഇതിനു വേണ്ടി, മുഖാമുഖത്തിന് വേണ്ടി പോയപ്പോൾ അവിടെ ഒരു മുസ്ലിയാർ ചോദിക്കാനും വന്നു. ആ മുസ്ലിയാരുടെ പേരെന്താണെന്നറിയോ? അബ്ദുൽ റഷീദ് സക്കാഫി കുറ്റ്യാടി. മൂപ്പര് കുപ്പായൊക്കെ ഇട്ട് പാൻറ്റൊക്കെ ഇട്ട് വന്നിട്ട് എല്ലാ മുഖാമുഖവും കുളം കലക്കാൻ വേണ്ടി വരുന്ന കുറച്ച് ആൾക്കാരുണ്ട്, കുറച്ച് അട്ടമ്പികളുണ്ട് അവരുടെ കൂട്ടത്തിൽ. ആ കൂട്ടത്തിൽ ഒരുത്തനായിരുന്നു ഇവൻ വളരെ പ്രസക്തമായൊരു ചോദ്യം ചോദിച്ചു. എന്താണ് ചോദ്യം എന്നറിയാം?
സലഫി പണ്ഡിതന്മാരിൽ അഗ്രഗണ്യനായ ഒരാളാണ് ആര്? ഇമാം ഷൗക്കാനി. അദ്ദേഹം ഒരുപാട് രചനകൾ നടത്തിയിട്ടുള്ള, വലിയ വിഖ്യാതമായ ഗ്രന്ഥരചന നടത്തിയിട്ടുള്ള, തൗഹീദിന് വേണ്ടിയിട്ട് ഒരുപാട് പ്രയത്നിച്ചിട്ടുള്ള ഒരു വലിയ വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ കിതാബുണ്ട്, തുഹ്ഫത്തുദ്ദാക്കിരീൻ എന്നാണ് ആ കിതാബിൻ്റെ പേര്. ആ തുഹ്ഫത്തുദ്ദാക്കിരീനിൽ ചില വാചകങ്ങൾ നമ്മുടെ അബ്ദുൾ റഷീദ് സഖാഫി എടുത്തിട്ട് പറഞ്ഞു. എന്താണ്? യാ ഇബാദുല്ലാഹി അഈനൂനി തുടങ്ങിയിട്ടുള്ള ചില ഹദീസുകൾ ഈ കേരളത്തിലെ സഖാഫികൾ, കേരളത്തിലെ സമസ്തക്കാരും ലോകത്തെ സൂഫികളൊക്കെ എടുത്ത് ഉദ്ധരിച്ചിട്ട് അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ തെളിവാക്കാറുണ്ട്. അതിനെ നിരൂപണം ചെയ്യുന്നതിനിടയിൽ ഇമാം ഷൗക്കാനി പറഞ്ഞിട്ടുള്ള ചില വാചകങ്ങൾ ആരെടുത്തെടുത്തു? നമ്മുടെ ഈ സഖാഫി എടുത്തു ഉദ്ധരിച്ചു. അതേപോലെ തന്നെ അതേ ലേഖനത്തിൽ തന്നെ വേറൊരു സെൻറ്റൻസ് എന്താണെന്നറിയോ? രാത്രിയുടെ ഇരുളിൽ തപ്പിത്തടഞ്ഞ ഒരാൾ ഇങ്ങനെ നടന്നു പോവുകയാണ്. അങ്ങനെ വെളിച്ചമില്ലാതെ നടന്നു പോകുന്ന സമയത്ത് തൊട്ടടുത്ത് നിന്ന്, അയാൾ നടന്നു പോകുന്നതിന് തൊട്ടടുത്ത് നിന്ന് ഒരു അശരീരി കേൾക്കുന്നു. ആരാന്നറിയില്ല, മനുഷ്യന്മാരൊന്നുമല്ല. ആ ശബ്ദത്തിൻ്റെ ഉടമ ഒരു ജിന്നാണെന്ന് കരുതി ഒരു വെളിച്ചം തന്ന് സഹായിക്കാമോ എന്ന് അയാളോട്, ആ ശബ്ദത്തിൻ്റെ ഉടമയോട് ഒരാൾ ആവശ്യപ്പെട്ടാൽ അതിൽ എന്തില്ല, അത് കാര്യകാരണ ബന്ധത്തിന് അതീതമായ അഭൗതികമായ ഒരു തേട്ടമല്ല, അതുകൊണ്ടത് പ്രാർത്ഥനയുമല്ല എന്ന് അദ്ദേഹം എഴുതി. ഇതൊക്കെ എഴുതാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, സമസ്തക്കാരായ ആളുകൾ പ്രാർത്ഥനയല്ലാത്ത കാര്യങ്ങളെ പ്രാർത്ഥനയാക്കി അവതരിപ്പിക്കുകയാണ്. ജിന്നിൻ്റെയും മലക്കിൻ്റെയൊക്കെ ഇടപെടലുകൾ അഭൗതികവും കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതവുമാണ് എന്ന് സ്ഥാപിക്കാൻ വേണ്ടി അവർ ശ്രമിക്കുമ്പോൾ, അങ്ങനെയല്ല എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ വേണ്ടി ജബ്ബാർ മൗലവി എഴുതിയിട്ടുള്ള ലേഖനമാകുന്നു ഇത്. ഈ ലേഖനം ഒരിക്കലും ജിന്നിനോട് പ്രാർത്ഥിക്കാമെന്നോ, ജിന്നിനോട് പ്രാർത്ഥിച്ചാൽ ശിർക്കാവുകയില്ല എന്നോ, ജിന്നിനോടെന്തും ചോദിക്കാമെന്നോ ഒന്നും സ്ഥാപിക്കൽ ഉദ്ദേശമല്ല. ഇത് വായിച്ചാൽ ആർക്കും മനസ്സിലാവും അങ്ങനെ എന്തെങ്കിലും സ്ഥാപിക്കണമെന്ന ഉദ്ദേശത്തിൽ അദ്ദേഹം പറഞ്ഞതല്ല. പിന്നെ എന്താണ് അദ്ദേഹം ഇത് പറയാൻ കാരണം? പറഞ്ഞത് എന്താണ്? ഒരു തേട്ടം പ്രാർത്ഥനയാകുന്നത്, ആരാധനയാകുന്നത് എപ്പോഴല്ല. ഇത് സ്ഥാപിക്കലാണ് അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം. ഇനി അതിന് പ്രത്യേകമായ ഒരു ഇങ്ങനെ പറയാനുള്ള പ്രത്യേകമായ ഒരു സാഹചര്യം കൂടി ഉണ്ട്. ആ സാഹചര്യം കൂടി പറയുമ്പോൾ മാത്രമേ ഇതങ്ങോട്ട് ശരിയാവും. അതായത് 2010 സമയത്ത്, അതായത് 2002 പിളർപ്പുണ്ടാകും. 2002, 2010, 2011 ആ സമയമൊക്കെ ആകുമ്പോഴേക്ക് എന്തുണ്ട്, അതിൻ്റെ മുമ്പുള്ള ഒരുപാട് സംവാദങ്ങൾ നടന്നു പോയിട്ടുണ്ട്, ഒരുപാട് മുഖാമുഖങ്ങൾ നടന്നു പോയിട്ടുണ്ട്. കേരളത്തിൽ മുഴുവനും മുഖാമുഖങ്ങൾ നടന്നിട്ടുണ്ട്. ആ മുഖാമുഖങ്ങൾക്കൊക്കെ നേതൃത്വം വഹിച്ചതിൽ പ്രധാനപ്പെട്ട ഒരാളാണ് അബ്ദുറഹ്മാൻ സലഫി. ബഹുമാന്യനായ എൻ്റെ ഒരു ഗുരുനാഥനാണ്, ബഹുമാന്യനാണ്, വളരെ ആഴമുള്ള പാണ്ഡിത്യമുള്ള നല്ല ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ്. പക്ഷേ അദ്ദേഹത്തിന് അവസാന നിമിഷത്തിൽ ഈ ശൈത്താനീയത്ത് കയറി, സംഘടനാപരമായ ഭക്തി കയറിയതുകൊണ്ട് ഒരുപാട് അനാവശ്യങ്ങൾ അദ്ദേഹം ചെയ്തു പോയി എന്നുള്ളൊരു ശരിയാണ്. അതിനോട് അദ്ദേഹം യോജിക്കുന്നില്ല. പക്ഷേ അദ്ദേഹം നല്ല വ്യക്തിബന്ധവും സൗഹൃദ ബന്ധവും ഇപ്പോൾ കാത്തു സൂക്ഷിക്കൊണ്ട് ഞാൻ അദ്ദേഹത്തെ അങ്ങേയറ്റം ആദരിക്കുന്നൊരു വ്യക്തിയാണ്. മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ കൂട്ടത്തിൽ ആദരിക്കപ്പെടുന്ന വ്യക്തികളിൽ ഒരാളാണ് അദ്ദേഹം. എൻ്റെ മനസ്സുകൊണ്ട് ആദരിക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തെ പോലെയുള്ള കുറച്ച് ആളുകളാണ്, പണ്ഡിതന്മാരാണ് ഈ മുഖാമുഖങ്ങൾക്കൊക്കെ നേതൃത്വം കൊടുത്തത്. അങ്ങനെ കോഴിക്കോട്ട് ടാഗോർ സെൻറ്റനറി ഹാളിൽ വെച്ചിട്ട് ഒരു മുഖാമുഖം നടത്തുകയുണ്ടായി. ആ മുഖാമുഖത്തിൽ കൈകാര്യം ചെയ്ത് ഉത്തരം പറഞ്ഞൊക്കെ അബ്ദുറഹ്മാൻ സലഫി, ബഹുമാന്യനായ അബ്ദുറഹ്മാൻ സലഫിയാണ്. ആ കൂട്ടത്തിൽ ആരുണ്ട്? അബ്ദുൽ ജബ്ബാർ മൗലവിയും ഉണ്ട്. ഇതൊക്കെ കേൾക്കാനും കാണാനും പോകുന്ന അദ്ദേഹത്തിന് വലിയൊരു ഹരാണ്, വലിയ രസകരമായ ഒരു സംഗതിയായിട്ട് അദ്ദേഹം അത് കാണാറുള്ളത്. അങ്ങനെ ഇതിനു വേണ്ടി, മുഖാമുഖത്തിന് വേണ്ടി പോയപ്പോൾ അവിടെ ഒരു മുസ്ലിയാർ ചോദിക്കാൻ വന്നു. ആ മുസ്ലിയാരുടെ പേരെന്താണെന്നറിയോ? അബ്ദുൽ റഷീദ് സഖാഫി കുറ്റ്യാടി. മൂപ്പര് കുപ്പായൊക്കെ ഇട്ട് പാൻറ്റൊക്കെ ഇട്ട് വന്നിട്ട് എല്ലാ മുഖാമുഖവും കുളം കലക്കാൻ വേണ്ടി വരുന്ന കുറച്ച് ആൾക്കാരുണ്ട്, കുറച്ച് അട്ടമ്പികളുണ്ട് ഇവരുടെ കൂട്ടത്തിൽ. ആ കൂട്ടത്തിൽ ഒരുത്തനായിരുന്നു ഇവൻ വളരെ പ്രസക്തമായ ഒരു ചോദ്യം ചോദിച്ചു. എന്താണ് ചോദ്യം എന്നറിയാം? സലഫി പണ്ഡിതന്മാരിൽ അഗ്രഗണ്യനായ ഒരാളാണ് ആര്? ഇമാം ഷൗക്കാനി. അദ്ദേഹം ഒരുപാട് രചനകൾ നടത്തിയിട്ടുള്ള, വലിയ വിഖ്യാതമായ ഗ്രന്ഥരചന നടത്തിയിട്ടുള്ള, തൗഹീദിന് വേണ്ടിയിട്ട് ഒരുപാട് പ്രയത്നിച്ചിട്ടുള്ള ഒരു വലിയ വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ കിതാബുണ്ട്, തുഹ്ഫത്തുദ്ദാക്കിരീൻ എന്നാണ് ആ കിതാബിൻ്റെ പേര്. ആ തുഹ്ഫത്തുദ്ദാക്കിരീനിൽ ചില വാചകങ്ങൾ നമ്മുടെ അബ്ദുൾ റഷീദ് സഖാഫി എടുത്തിട്ട് പറഞ്ഞു. എന്താണ്? യാ ഇബാദുല്ലാഹി അഈനൂനി തുടങ്ങിയിട്ടുള്ള ചില ഹദീസുകൾ
പിന്നെ ഈ കേരളത്തിലെ സക്കാഫികൾ, അതായത് പിന്നെ കേരളത്തിലെ സമസ്തക്കാരും ലോകത്തെ സൂഫികളൊക്കെ എടുത്ത് ഉദ്ധരിച്ചിട്ട് അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ വേണ്ടി തെളിവാക്കാറുണ്ട്. അതിനെ നിരൂപണം ചെയ്യുന്നതിനിടയിൽ ഇമാം ഷൗക്കാനി പറഞ്ഞിട്ടുള്ള ചില വാചകങ്ങൾ ആരെടുത്തെടുത്തു? നമ്മുടെ ഈ സക്കാഫി എടുത്തു ഉദ്ധരിച്ചു. അപ്പോൾ ആ കിതാബിലുള്ള ചില ചില ഹദീസുകളെ നിരൂപണമൊക്കെ ചെയ്തിട്ടുണ്ട് അദ്ദേഹം സംസാരിക്കുന്നത്. യാ ഇബാദല്ലാഹി അഈനൂനി, യാ ഇബാദല്ലാഹി അഗീസൂനി, ഇങ്ങനെയൊക്കെയുള്ള ചില ഹദീസുകളുണ്ടല്ലോ. ഇത്തരം ഹദീസുകളൊക്കെ ഇവർ മരണപ്പെട്ടവരോട് പിന്നെ തേടാനുള്ള തെളിവാക്കി അവതരിപ്പിക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ നിജസ്ഥിതികൾ, ആ ഹദീസിൻ്റെ ന്യായാന്യായങ്ങളും അതിൻ്റെ ബലാബലങ്ങളും ഒക്കെ ചർച്ച ചെയ്യുന്ന കൂട്ടത്തിൽ ഇമാം ഷൗക്കാനിയുടെ വാചകമുണ്ട്. എന്താ വാചകം? അലാ ഫർലി സിഹത്തിൽ ഹദീസ്, ആ ഹദീസ് സഹീഹാണെന്ന് സങ്കല്പിച്ചാൽ, അങ്ങനെ സങ്കല്പിക്കുകയാണെങ്കിൽ യജൂസുൽ ഇസ്തിആനത്തു ബിൽ ജിന്നി ഫീമാ യഖ്ദിറു അലൈഹി, അങ്ങനെ ഒരു വാചകം. അതല്ലെങ്കിൽ അതിന് സമാനമായ മറ്റൊരു വാചകം, അതായത് ജിന്നുകളോട് സഹായം ചോദിക്കുക എന്നത് ജായിസാകും. ഫീമാ യഖ്ദിറു അലൈഹി, ആ ജിന്നുകൾക്ക് കഴിയുന്നൊരു കാര്യത്തിൽ ജിന്നുകളോട് സഹായം ചോദിക്കുക എന്നുള്ളത് ജായിസായ കാര്യമാകും എന്ന ഒരു വാചകം തുഹഫത്തു ദാക്കിരിയിൽ നിന്നും ഉദ്ധരിച്ചുകൊണ്ട് ഇമാം ഷൗക്കാനിയുടെ ഈ വാചകം ഉദ്ധരിച്ചുകൊണ്ട് ചോദ്യം ചോദിക്കാൻ. അപ്പം ജിന്നുകളോട് സഹായം ചോദിച്ചാൽ ശിർക്കാവുകയില്ല, അത് അനുവദനീയമായ കാര്യമാണ് എന്ന നിലക്കുള്ള ഈ സംസാരത്തിനുള്ള ആ ചോദ്യത്തിന് വ്യക്തമായ മറുപടി പറയാൻ ആ സമയത്ത് നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട ചില ആൾക്കാർക്ക് കഴിഞ്ഞില്ല. അതൊരു പുതിയ സംഭവമാണ്, അത് ശ്രദ്ധയിൽപ്പെടാത്തൊരു സംഗതി ആയതുകൊണ്ട് അതിന് മറുപടി പറയാൻ കഴിഞ്ഞില്ല. അബ്ദുൽ ജബ്ബാർ മൗലവി റഹിമഹുല്ല, അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഇത് വല്ലാത്ത സ്വാധീനം ചെലുത്തി. അദ്ദേഹവുമായുള്ള ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാനിത് പറയുന്നത്. ഇത് എന്താണ് സംഭവം? അതിനൊരു മറുപടി പറയേണ്ടതുണ്ടല്ലോ, അത് മറുപടി പറയേണ്ട സംഭവമാണല്ലോ, ഇനിയും ഇത് ആവർത്തിക്കപ്പെടുകയല്ലോ എന്നുള്ള നിലക്ക് അദ്ദേഹത്തിൻ്റെ ആലോചനയിൽ നിന്നും അദ്ദേഹം അത് സംബന്ധമായി നടത്തിയിട്ടുള്ള ഗവേഷണങ്ങളുടെ അടിസ്ഥാനത്തിലൊക്കെയാണ് ഈ വാചകം അദ്ദേഹം എഴുതിയിട്ടുള്ളത്. എന്ത് വാചകം? രാത്രിയുടെ ഇരുളിൽ തപ്പിത്തടഞ്ഞ് നടക്കുന്ന ഒരാൾ വെളിച്ചല്ലാതെ ബുദ്ധിമുട്ടായി നടക്കുന്ന സമയത്ത് ഒരു വെളിച്ചം കിട്ടിയാൽ തിരക്കുകളിലാന്ന് അഭിപ്രായമുണ്ട്. അങ്ങനെ നടന്നു പോകുമ്പോഴാണ് തൊട്ടടുത്ത സ്ഥലത്തുനിന്ന് ഒരു ശബ്ദം കേൾക്കുന്നത്. ശബ്ദത്തിൻ്റെ ആളാരാന്നറിയില്ല, ഒരു ജിന്നാണെന്ന് കരുതി, ആ ശബ്ദത്തിൻ്റെ ആളൊരു ജിന്നാണെന്ന് വിചാരിച്ചിട്ട് എൻ്റെ കയ്യിൽ വല്ല വെളിച്ചവും ഉണ്ടോ, ഒന്ന് സഹായിക്കാമോ എന്ന് ചോദിച്ചാൽ അതിലെന്തില്ല? പ്രാർത്ഥന ഇല്ല. അതിനെക്കുറിച്ച് പ്രാർത്ഥന എന്ന് പറയാൻ പറ്റൂല. പ്രാർത്ഥന ആകണം എന്ത് വേണം? അഭൗതികവും കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതവുമായ നിലയിലുള്ള തേട്ടം ഉണ്ടാകണം. അപ്പോൾ മാത്രമേ അത് പ്രാർത്ഥനയാകൂ. ഇപ്പൊ ജിന്നാണെന്ന് വിചാരിച്ച് ജിന്നോട് എന്തെങ്കിലും ചോദിച്ചതുകൊണ്ട് അത് പ്രാർത്ഥനയാകുന്ന പ്രശ്നമല്ല. അതായത് തൊട്ടടുത്തുള്ള തൻ്റെ സാന്നിധ്യത്തിലുള്ള ഒരാളാണ്, അത് ജിന്നായാലും ശരി മലക്കാണെങ്കിലും ശരി, ആ ഒരു വെളിച്ചം തന്ന് സഹായിക്കാന്ന് വെച്ചാൽ അത് പ്രാർത്ഥനയല്ല. മനുഷ്യന്മാർക്ക് കഴിയാത്ത, സ്ത്രീകൾക്ക് കഴിയാത്തൊരു കാര്യം ചോദിക്കലല്ല, അതുകൊണ്ട് പ്രാർത്ഥനയല്ല, ആരാധനയല്ല എന്ന് മാത്രമാണ് അദ്ദേഹം അവിടെ എഴുതിയിട്ടുള്ളത്. അത് എഴുതാനുള്ള കാരണങ്ങളും പശ്ചാത്തലങ്ങളും ഒക്കെ ഞാൻ ഈ പറഞ്ഞതാണ്. ഇത് വെച്ചുകൊണ്ട് കളിക്കാൻ തുടങ്ങി കുറച്ച് ആൾക്കാർ. ഇവരുടെ ഉദ്ദേശം എന്താണ്? ഇതൊരു വലിയ ഗൗരവപ്പെട്ട വിഷയമാക്കി, ജിന്നിനോട് പ്രാർത്ഥിച്ചാൽ ശിർക്കാവുകയില്ല എന്ന് അബ്ദുൽ ജബ്ബാർ മൗലവി എഴുതിയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് വിപ്ലവം ഉണ്ടാക്കാൻ തുടങ്ങി. ഇതാണ് മർമ്മം. മനസ്സിലായില്ലേ? ഇങ്ങനെ ജിന്ന് വിവാദം എന്നൊരു സംഗതി ഉണ്ടാകാനുള്ള അതിൻ്റെ മർമ്മപ്രധാനമായ വിഷയം ചരിത്ര പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇതൊക്കെ ഞാൻ അനുഭവിച്ചതാണ്, ഞാനുമായി നേരിട്ട് ബന്ധമുള്ള വിഷയങ്ങളാണ് ഞാൻ ഈ പറയുന്ന. എൻ്റെ അനുഭവത്തിൽ ബോധ്യപ്പെട്ടുള്ള കാര്യങ്ങൾ മാത്രം സംസാരിക്കണം, അതിൻ്റെ ചരിത്രപരമായ പശ്ചാത്തലം. ഇങ്ങനെ അതുണ്ടായ 2007 മുതൽ കുറേ ആൾക്കാർ അതിന് വേണ്ടിയിട്ട് ചട്ടം കെട്ടി എഴുന്നേറ്റ് വന്നു, ഭയങ്കരമായ ബഹളം ഉണ്ടാക്കി, അബ്ദുൽ ജബ്ബാർ മൗലവിയെ ഒറ്റപ്പെടുത്തി. അബ്ദുൽ ജബ്ബാർ മൗലവിയെ ഒറ്റപ്പെടുത്തലല്ല ഉദ്ദേശം. അതായത് മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ഉള്ളിൽ അതുവരെ ഇല്ലാത്തൊരു നവോത്ഥാനത്തിൻ്റെ പുതിയ ഉന്മേഷമുണ്ടായി. സക്കരിയ സലാഹിയുടെയും അതുപോലെ തന്നെ നമ്മൾ ഈ പറയുന്ന അബ്ദുൽ ജബ്ബാർ മൗലവിയുടെയും നേതൃത്വത്തിലുള്ള ഒരുപാട് സംവാദങ്ങൾ, അവിടെ സംവാദം, ഇവിടെ സംവാദം, കുന്നത്തേരി സംവാദം, അതുപോലെ തന്നെ മണ്ണാർക്കാട് സംവാദം, ഇങ്ങനെയുള്ള സംവാദങ്ങളിലൂടെയുള്ള ഒരു തേരോട്ടം ആണ്. അതായത് മുസ്ലിയാക്കന്മാരുടെ പത്തി മടക്കി തകർന്ന് തരിപ്പണമാകുന്ന ഒരവസ്ഥ ഉണ്ടായപ്പോൾ അതിൻ്റെ ഒരു ക്രെഡിറ്റ് മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ നിലവിലുള്ള ആൾക്കാരിൽ നിന്ന് പോവുകയാണ് എന്ന ഒരു ചിന്ത കുറച്ച് ആൾക്കാരെ ഭരിക്കാൻ തുടങ്ങി. അങ്ങനെ ജബ്ബാർ മൗലവി, സക്കരിയ സലാഹി തുടങ്ങിയിട്ടുള്ള ഇതിന് നേതൃത്വം കൊടുത്തവരായ ആളുകളെ പ്രസ്ഥാനത്തിൽ നിന്നും അകറ്റാൻ വേണ്ടിയുള്ള ചില അണിയറ നീക്കങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ നടക്കാൻ തുടങ്ങി.
അതിൻ്റെ ഫലമായിട്ടാണ് ഈ 2007 ഈ ലേഖനങ്ങൾ കുത്തിപ്പൊക്കി പ്രശ്നമുണ്ടാക്കാൻ കുറച്ച് ആൾക്കാരും അതിനുവേണ്ടി തയ്യാറായത്. ആ കാലം വരേക്കും ജബ്ബാർ മൗലവിയുടെ ഇടത്തും വലത്തും നിന്നവരായ ആളുകളാണ് ആര്? അനീഫ് കായക്കുടിയും നമ്മളെ അനസ് മുസ്ലിയാരും. രണ്ടാളും ഇടത്തും വലത്തും കുത്തിരുന്നിട്ട് കിതാബ് വായിച്ച് പഠിച്ചവരാണ്. അവരെല്ലാം ഒരുമിച്ചാണ് അതൊക്കെ. അതായത് മണ്ണാർക്കാട് സംവാദത്തിനൊക്കെ പോയ സമയത്ത് അനീഫ് കായക്കൊടിയൊക്കെ തിളക്കം എന്താണ്? വല്ലാത്തൊരു തിളക്കാണ്. നല്ല തിളങ്ങിയ സംസാരം. സക്കരിയ സലാഹിയുടെ അങ്ങേയറ്റം ആ ഇൽമിൻ്റെ പ്രഭയിൽ നിന്നുകൊണ്ടുള്ള ആ മുന്നേറ്റം, അങ്ങനെ ഒരു അട്ടഹാസം. ഖുറാഫികൾ ഇവിടെ വാലും ചുരുട്ടിപ്പിടിച്ച് ഓടേണ്ട ഗതികേട് ഉണ്ടായ ഒരു കൂട്ടായ്മ. ആ കൂട്ടായ്മയിൽ ഫിത്തനമുണ്ടാക്കാൻ വേണ്ടി, അതായത് സക്കരിയ സലാഹിക്ക് എല്ലാ ക്രെഡിറ്റും പോവുകയാണ്, അതുകൊണ്ട് മൂപ്പരൊന്ന് ഒതുക്കണം എന്നുള്ള ദുഷ്ടമായ ചിന്ത കുറച്ച് ആൾക്കാർക്ക് ഉണ്ടായതിൻ്റെ ഫലമായിട്ട് ജബ്ബാർ മൗലവിയുടെ ലേഖനം പൊക്കി പിടിച്ചിട്ട് പ്രചരണം ഉണ്ടായി. അതിലെല്ലാവരും പങ്കാളിയായിട്ടുണ്ട്. പല ആൾക്കാർക്കും അതിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ജബ്ബാർ മൗലവിയുടെ ലേഖനം പിൻവലിക്കണം, അതാക്കണം, ഇതാക്കണം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര വിപ്ലവം. ജബ്ബാർ മൗലവി ആ കാര്യത്തിൽ വളരെയധികം ഖിന്നനായി, വളരെ വിഷമത്തിലായി. അദ്ദേഹം പറഞ്ഞു, എന്നെ പറ്റി ഇതുമൊക്കെ പറഞ്ഞുണ്ടാക്കുന്നുണ്ട് ആളുകൾ, എനിക്ക് ആ കാര്യം കേരള ജമിയത്തുൽ ഉലമയിൽ ഒന്ന് വിശദീകരിക്കാൻ നിങ്ങളൊരു അവസരം തരണം എന്ന് പറഞ്ഞുകൊണ്ട് കേരള ജമിയത്തുൽ ഉലമയുടെ ജനറൽ സെക്രട്ടറിക്ക് അദ്ദേഹം കത്തുകൾ എഴുതി. അദ്ദേഹം നിരന്തരം ആവശ്യപ്പെട്ടു, എന്നെ പേരിൽ അതൊക്കെ പറഞ്ഞുണ്ടാക്കുന്നു, അതുകൊണ്ട് എനിക്ക് എൻ്റെ കാര്യം ഒന്ന് വിശദീകരിക്കാനുള്ളത് ഞാൻ ആരോടാ പറയേണ്ടത്, അതുകൊണ്ട് അതിനുള്ള വേദി കേരള ജമിയത്തുൽ ഉലമ ഉണ്ടാക്കണം എന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. ആ ആവശ്യം പരിഗണിക്കപ്പെട്ടില്ല. എത്രത്തോളം വരെ 2007 ഉണ്ടായ ഈ ലേഖനത്തെ തുറന്നുകൊണ്ട് 2007, 8, 9, 10, 11 അത്രയും കാലം 2011 വരേക്കും ആരും എന്ത് ചെയ്തില്ല, അതിലേക്ക് ശ്രദ്ധിച്ചേ ഇല്ല. ജബ്ബാർ മൗലവിക്ക് പറയാനുള്ള കാര്യങ്ങൾ എന്തെന്ന് പറയാനുള്ള ഒരവസരവും അദ്ദേഹത്തിന് കൊടുത്തില്ല. ഇങ്ങനെ ഈ വിഷയം മൂർച്ഛിച്ചു വന്നപ്പോൾ ഇതൊന്നും കൂടി ജനങ്ങൾക്കിടയിലേക്ക് ഇറക്കണം. അതുവരെ ജനങ്ങൾക്കിടയിൽ ഇറങ്ങിയിട്ടില്ല ഈ വിഷയം. ജിന്നിനോട് പ്രാർത്ഥിക്കാൻ പോകുന്നു എന്നുള്ള ഈ ആശയം ജനങ്ങൾക്കിടയിൽ ഇറക്കിയിട്ട് വേണം ഈ ഫിത്ന വ്യാപകമാക്കുകയും കുറച്ച് ആൾക്കാരെ നിന്ന് പുറത്താക്കുകയും ചെയ്യുക എന്നുള്ള ഗൂഢമായ പദ്ധതി അണിയറയിൽ ഒരുങ്ങി. അങ്ങനെയാണ് അവസാനമായി കേരള ജമിയത്തുൽ ഉലമയുടെ ദൗറയിൽ ഇത് ചർച്ച ചെയ്യാമെന്നുള്ള ഒരു ഗൂഢമായ അജണ്ട ആര് കൊണ്ടുവന്നറിയോ? നമ്മൾ അനീഫ് കായക്കൊടി കൊണ്ടുവന്നത്. അതായത് 2011 നവംബർ മാസം 2011 നവംബർ മാസത്തിൽ കൂടിയിട്ടുള്ള ദൗറ എന്ന് പറഞ്ഞാൽ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് കൂടുന്ന ഒരു വേദിയാണ്. ദായിമാരായ ആളുകൾ, പ്രഭാഷകന്മാരായ ആളുകൾ, എഴുത്തുകാരായ ആളുകൾ എല്ലാവരും അബ്ദുറഹ്മാൻ സലഫിയുടെയൊക്കെ നേതൃത്വത്തിൽ, SM മൈദി തങ്ങളുടെയൊക്കെ നേതൃത്വത്തിൽ, അങ്ങനെ കേരള ജമിയത്തിൽ പ്രഗത്ഭന്മാരായ ആളുകളൊക്കെ കൂട്ടത്തിൽ ഇരുന്ന് ആധുനികമായ വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്ത് അങ്ങനെ ഒരു കാഴ്ചപ്പാടുണ്ടാക്കുന്ന വേദിയാണ് ജമിയത്തുൽ ഉലമയുടെ ദൗറ എന്ന് പറഞ്ഞാൽ. ആ ദൗറയിൽ ഇത് ചർച്ച ചെയ്യണമെന്ന് ആരാവശ്യപ്പെട്ടു? നമ്മുടെ അനീഫ് കായക്കൊടി ആവശ്യപ്പെട്ടു. 2011 നവംബർ മാസത്തിൽ കൂടിയിട്ടുള്ള ദൗറയിൽ. അങ്ങനെയാണ് 2011 ഡിസംബർ 26-ാം തീയതി ഈ വിഷയത്തിൽ ചർച്ച ചെയ്യാമെന്ന് തീരുമാനിച്ചത്. ആ മീറ്റിങ്ങിൽ വെച്ച് ചർച്ച ചെയ്തു. ആ മീറ്റിങ്ങിലേക്ക് ആരെ വിളിക്കാം? അബ്ദുൽ ജബ്ബാർ മൗലവിയെയും വിളിക്കാം. അപ്പോൾ ഇടക്കാലത്ത് അദ്ദേഹം ഈ ദൗറയിലും പങ്കെടുക്കാതായി. മുമ്പർക്ക് വലിയ മാനസികമായ ചടപ്പ് വന്നതുകൊണ്ട് അദ്ദേഹം ദൗറയിൽ പങ്കെടുക്കണ്ട എന്ന് തീരുമാനിച്ചു. അങ്ങനെ കുറേ ദൗറയിലൊന്നും അദ്ദേഹം പങ്കെടുത്തില്ല. ഈ പറയുന്ന ദൗറയിൽ അദ്ദേഹവും പങ്കെടുത്തു. ഏത് ദൗറയിൽ? 2011 ഡിസംബർ 26-ാം തീയതി പുളിക്കൽ ജാമിയ സലഫിയയിൽ കൂടിയിട്ടുള്ള ദൗറയിൽ അദ്ദേഹവും പങ്കെടുത്തു. അങ്ങനെ എല്ലാവരും ഇരുന്ന് ചർച്ച തുടങ്ങി. അപ്പോൾ ഇവിടെ ഉദ്ദേശം എന്താ വെച്ചാൽ, ജബ്ബാർ മൗലവി എന്ന് പറയുന്ന മഹാമനുഷ്യനെ ശരിക്കൊന്നും അവിടെ ഇട്ട് പൊളിച്ചടക്കണം, തകർക്കണം. എന്നിട്ട് ജിന്നിനോട് പ്രാർത്ഥിക്കാൻ വേണ്ടി നിർദ്ദേശം നൽകുകയും അതിനുവേണ്ടി ലേഖനം എഴുതിയവനുമാണ് എന്ന് ഉള്ള ഒരു അപഖ്യാതി പുറത്ത് പ്രചരിപ്പിക്കാൻ വേണ്ടി ഉള്ള ഒരു നീക്കത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത് ചർച്ചയ്ക്കെടുക്കണമെന്നുള്ള ആ കാഴ്ചപ്പാട് തന്നെ അനീഫ് കായക്കൊടിക്ക് ഉണ്ടായത്. അത് അദ്ദേഹത്തിൻ്റെ വാക്കല്ല, ഗൂഢാലോചന ഫലമായിട്ട് ഉണ്ടായതാണ്. അങ്ങനെ 2011 ഡിസംബർ 26-ാം തീയതി പുളിക്കൽ മസ്ജിദിലെ മീറ്റിങ്ങിൽ കാര്യങ്ങൾ ചർച്ച ആയി.
അപ്പോൾ ജബ്ബാർ മൗലവിക്ക് അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങൾ വിശദീകരിക്കട്ടെ എന്ന് ജമിയത്തിൻ്റെ ജനറൽ സെക്രട്ടറിയായ എം മുഹമ്മദ് മദനി ആവശ്യപ്പെടുകയും അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങൾ, ആ ലേഖനം എഴുതാനുണ്ടായ പശ്ചാത്തലം എന്താണ്, കാരണങ്ങൾ എന്താണ്, കാര്യങ്ങൾ എന്താണ്, ഇതൊക്കെ അദ്ദേഹം വിശദീകരിച്ചു. എന്ന് അദ്ദേഹം പ്രത്യേകം പറഞ്ഞ്, ജിന്നിനോട് തേടണമെന്നോ തേടേണ്ടതാണ് എന്നോ ഒന്നും ഞാൻ എൻ്റെ ലേഖനത്തിൽ പറഞ്ഞിട്ടില്ല. അത് തേടണമെന്നോ തേടേണ്ടതാണ് എന്നോ പറയാൻ വേണ്ടി ഞാൻ ലേഖനം എഴുതിയിട്ടുമില്ല. എൻ്റെ ഉദ്ദേശം ഇതാണ്. എന്താണ് ഉദ്ദേശം? ഒരു തേട്ടം എപ്പോഴാണ് പ്രാർത്ഥനയാകുന്നത്? തേട്ടം ആരോടാണ് നോക്കിയിട്ടില്ല, ജിന്നാണോ ഇൻസാണോ എന്ന് നോക്കിയിട്ടില്ല തേട്ടം പ്രാർത്ഥനയാകുന്നത്. തേട്ടം പ്രാർത്ഥനയാകണം, ആരാധനയാകണമെങ്കിൽ എന്ത് വേണം? അഭൗതികവും കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതവും ആയ നിലയിൽ സഹായിക്കാൻ കെൽപ്പുള്ളവനാണ് എന്ന വിചാരത്തിൽ ചോദിക്കണം. ആ ചോദ്യം ആരോടേ ഉള്ളൂ? അള്ളാഹിനോട് മാത്രമേ ചോദിച്ചിട്ട് കാര്യമുള്ളൂ. അള്ളാഹുവിൻ്റെ സൃഷ്ടികളെ പറ്റി അങ്ങനെ വിശ്വസിക്കാൻ പാടില്ല, ആ നിലക്ക് സഹായിക്കുമെന്ന് കരുതാനും പാടില്ല. അങ്ങനെ കരുതിയാൽ എന്തായി? അത് ശിർക്കായി. ഇതാണ് അദ്ദേഹത്തിന് പറയാനുണ്ടായ കാര്യം. അത് അദ്ദേഹം ആവർത്തിച്ച് പറഞ്ഞു. ഇത് സമയം കഴിയുന്ന അവസാനം അനീഫ് കായക്കൊടിയും അനസ് മുസ്ലിയാരും ജബ്ബാർ മൗലവിയെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുള്ള കോലത്തിലായി. പിടിക്കലും വലിക്കലും ഒക്കെ തുടങ്ങി. അങ്ങനെ അദ്ദേഹം വളരെ വേദനയോട് കൂടി ആ മീറ്റിൽ നിന്ന് ഇറങ്ങിപ്പോവുകയാണ് ചെയ്തത്. ഉച്ചയ്ക്ക് ശേഷം അദ്ദേഹം ഇറങ്ങിപ്പോവുകയാണ് ചെയ്തിട്ടുള്ളത്. അദ്ദേഹം ഇറങ്ങിപ്പോയല്ലാതെ നിവൃത്തിയില്ല. അദ്ദേഹം ആ പറഞ്ഞ കാര്യങ്ങളൊന്നും എന്തല്ല, അദ്ദേഹം പറഞ്ഞ ഒരു ന്യായത്തെയും ഗണ്ണിക്കുവാൻ, പ്രമാണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഗണ്ണിക്കാൻ ആ മീറ്റിങ്ങിൽ പങ്കെടുത്ത ഒരു കുട്ടിക്കും കഴിഞ്ഞിട്ടില്ല. കാരണം അത് അത്രയും യുക്തിബദ്ധമായ ഒരു കാര്യമായിട്ടാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അതിന് മാത്രമല്ല, അതിലെ പ്രധാനപ്പെട്ട സംഗതി എന്താണെന്ന് വെച്ചാൽ, ഇത് അദ്ദേഹത്തിൻ്റേത് മാത്രമല്ല, മറിച്ച് അതിൻ്റെ മുമ്പ് ചെറിയമുണ്ട അബ്ദുൽ ഹമീദ് മദനി പറഞ്ഞിട്ടുണ്ട്. ഞാൻ വായിച്ച് കേൾപ്പിച്ചുതരാം. എന്താണെന്നറിയോ? പ്രാർത്ഥന, തൗഹീദ്, ചോദ്യങ്ങൾക്ക് മറുപടി എന്ന ചെറിയമുണ്ട അബ്ദുൽ ഹമീദ് മദനിയുടെ പുസ്തകത്തിൻ്റെ പേജ് 78 പേജിൽ പറയുന്നത് കേൾക്കുക. എന്താ അദ്ദേഹം എഴുതിയത്? ജിന്നുകൾക്ക് അള്ളാഹു നൽകിയ കഴിവ് മനുഷ്യ കഴിവിന് അതീതമെങ്കിലും അതിനെ അഭൗതികം എന്ന് വിശേഷിപ്പിക്കുന്നത് ഇസ്ലാമിക കാഴ്ചപ്പാടിൽ ശരിയല്ല. കണ്ടോ, എത്ര കൃത്യമാണ്. ജിന്നുകൾക്ക് കഴിവുണ്ട്, മനുഷ്യന്റെ കഴിവിന് അതീതമായ കഴിവുണ്ട് എന്ന് വെച്ചിട്ട് ജിന്നിന്റെ കഴിവിനെ കുറിച്ച് അഭൗതികമായ കഴിവ് എന്ന് വിശേഷിപ്പിക്കാൻ ഇസ്ലാമിക കാഴ്ചപ്പാടിൽ പറ്റുകയില്ല. അഭൗതിക കഴിവ് എന്ന് നാം പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് അള്ളാഹു സൃഷ്ടികൾക്കാർക്കും നൽകിയിട്ടില്ലാത്ത കഴിവാണ്. ഒരു സൃഷ്ടിക്കും നൽകിയിട്ടില്ലാത്ത അള്ളാഹ്ക്ക് മാത്രമുള്ള ഒരു കഴിവിനെ കുറിച്ചാണ് അഭൗതികമായ കഴിവ് എന്ന് പറയുക. ഇതെന്നാ ജബ്ബാർ മൗലവി പറഞ്ഞത്. അത് ജിന്നാണെന്ന് മലക്കാണെന്ന് ആരാണെങ്കിലും ഏത് സൃഷ്ടിയാണെങ്കിലും ശരി, അഭൗതികമായ കഴിവ് അള്ളാഹിന്റെ മാത്രം കഴിവാണ്. ആ കഴിവ് ആരോപിക്കപ്പെടുമ്പോൾ മാത്രമേ, ആരോപിച്ചുകൊണ്ടുള്ള ഒരു അർത്ഥന മാത്രമേ പ്രാർത്ഥനയും ആരാധനയും ആവുകയുള്ളൂ എന്ന ആശയമാണ് അദ്ദേഹത്തിന്റെ ലേഖനങ്ങൾ മുഴുവനും അദ്ദേഹം സ്ഥാപിച്ചിട്ടുള്ളത്. ആ ആശയത്തെ ചോദ്യം ചെയ്യാൻ ആ മീറ്റിങ്ങിൽ വന്നവരല്ല, ദുനിയാവിൽ ഒരാൾക്കും കഴിഞ്ഞിട്ടില്ല, കഴിയേയില്ല. ആ ആശയത്തെ ഖണ്ഡിക്കുവാൻ ദുനിയാവിൽ ഒരു കുട്ടിക്കും കഴിഞ്ഞിട്ടുള്ളൊരു കഴിയേയില്ല. ഇതാണ് എൻ്റെ വസ്തുത. അങ്ങനെ 2011 ഡിസംബർ 26 ആ ദൗറ മീറ്റിങ്ങിൽ ഉച്ചയ്ക്ക് ശേഷം അബ്ദുൽ ജബ്ബാർ മൗലവി ഇറങ്ങിപ്പോവുകയും തുടർന്ന് അബ്ദുറഹ്മാൻ സലഫി ആ കാര്യത്തിൽ ഇടപെട്ടുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഈ വിഷയത്തിൽ ഒരു ദൗറ കൂടി നമുക്ക് സംഘടിപ്പിക്കാം. ആ ദൗറയിൽ ജിന്നിനോടുള്ള സഹായ തേട്ടം എന്ന വിഷയത്തിൽ ഒരു ലേഖനം തയ്യാറാക്കണം. ആരാണ് തയ്യാറാക്കുക? അങ്ങനെ ചർച്ച ചെയ്തു. അങ്ങനെ ആ ലേഖനം തയ്യാറാക്കാൻ വേണ്ടി 2 ആളെ ചുമതലപ്പെടുത്തി. ഒന്ന് ഫൈസൽ മുസ്ലിയാർ, 2 ഹനീഫ് കായക്കൊടി. അങ്ങനെ അവർ 2 പേരും ലേഖനം തയ്യാറാക്കിയിട്ട് അടുത്ത സിറ്റിങ്ങിൽ കൊണ്ടുവരണം എന്ന് പറഞ്ഞു. അടുത്ത സിറ്റിംഗ് എന്ന് അറിയോ? 2012 ജനുവരി 26. എൻ്റെ മനസ്സിൽ നിന്ന് ഒരിക്കലും മാഞ്ഞു പോകാത്ത 2 ഡേറ്റാണ്. എൻ്റെ ജീവിതത്തിൽ അങ്ങനെ മാഞ്ഞു പോകാത്ത ഡേറ്റ് ഇല്ല. ഞാൻ അങ്ങനെ എഴുതി കണക്കാക്കി വെക്കാറില്ല. ഇത് എൻ്റെ ജീവിതത്തിൽ വളരെ നിർണായകമായതുകൊണ്ട് ഈ 2 ഡേറ്റുകൾ എൻ്റെ മനസ്സിലുണ്ട്. 2012 ജനുവരി 26 മീറ്റിംഗ് കൂടി. എവിടെ? പുളിക്കൽ അതേ ജാമിയ സലഫിയുടെ ലൈബ്രറി ഹാളിൽ കൂടിയിട്ടുള്ള മീറ്റിങ്ങിൽ ഈ ലേഖനങ്ങൾ വായിച്ചു. ആ ലേഖനങ്ങൾ വായിച്ചു, ചർച്ച ചെയ്തു. അതിൻ്റെ മുമ്പ് തന്നെ 2011
ഡിസംബർ 26 ആ മീറ്റിങ്ങിൽ അവസാനം അബ്ദുൽ ജബ്ബാർ മൗലവി ഇറങ്ങിപ്പോയതിന് ശേഷം അവിടെ ചില നാടകങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്താ നാടകം എന്ന് വെച്ചാൽ, ആ നാടകത്തിൽ അബ്ദുറഹ്മാൻ സലഫി ചോദിച്ചു, ഈ ജിന്നിനുള്ള ഇസ്തിഹാനയെ സംബന്ധിച്ച് നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം? ശിർക്കാണോ അതോ ഹറാമാണോ അതോ വസീലത്തു ശിർക്കാണോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ ചോദിച്ചപ്പോൾ ഭൂരിപക്ഷം ആൾക്കാർ പറഞ്ഞു അത് ശിർക്കാണ്. വേറെ ചില ആൾക്കാർ പറഞ്ഞു വസീലത്തുനില ശിർക്കാണ്, അതുകൊണ്ട് ഹറാമാണ്. അപ്പോൾ വസീലത്ത് ശിർക്കാന്ന് പറഞ്ഞവരുണ്ട്, പിന്നെ ഹറാമാന്ന് പറഞ്ഞവരുണ്ട്, ശിർക്ക് എന്നാണെന്ന് പറയണമെന്ന് പറഞ്ഞവരുണ്ട്. അങ്ങനെ പല അഭിപ്രായക്കാരുണ്ട്. എന്നോട് ചോദിച്ചു അബ്ദുറഹ്മാൻ സലഫി എന്താ അഭിപ്രായം? ഞാൻ പറഞ്ഞു ഞാൻ അടുത്ത മീറ്റിംഗ് പറഞ്ഞോളാം, ഇപ്പം ഞാൻ പറയുന്നില്ല. ഞാനല്ലാത്ത എല്ലാവരും അഭിപ്രായം പറഞ്ഞു. ഏതായിരുന്നാലും അതിൻ്റെ അടിസ്ഥാനത്തിൽ ലേഖനം തയ്യാറാക്കിയിട്ട് അടുത്ത മീറ്റിങ്ങിൽ കൊണ്ടുവരാൻ തീരുമാനിച്ചു. അങ്ങനെയാണ് 2012 ജനുവരി 26 ഹനീഫ് കായക്കൊടി കൊണ്ടുവന്നിട്ടുള്ള ലേഖനം വായിച്ചത്. അങ്ങനെ വായിച്ച് അവതരിപ്പിച്ച് അവസാനം തീരുമാനമെടുത്തു. എന്താ തീരുമാനം എന്നറിയോ? എന്താണ് ഈ വിഷയത്തിൽ ഒരുപാട് ചർച്ച നടന്നിട്ടുണ്ട്, വൈകുന്നേരം വരെ ചർച്ച നടന്നിട്ടുണ്ട്. ആ ചർച്ച ചെയ്തതിന് അവസാനം എല്ലാം ചർച്ച ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇനിയിപ്പോൾ ബഷീറിന് എന്താണ് പറയാനുള്ളത്? ബഷീർ കഴിഞ്ഞ മീറ്റിങ്ങിൽ പറഞ്ഞിട്ടില്ലല്ലോ, അതുകൊണ്ട് ഈ വിഷയത്തെ സംബന്ധിച്ച് ബഷീറിന് പറയാനുള്ള അഭിപ്രായം പറയട്ടെ എന്ന് അബ്ദുറഹ്മാൻ സലഫി ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ നാസറുൽ ഖസ്സാറിൻ്റെ ഒരു ലഘു പുസ്തകമുണ്ട്, തൗഹീദുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആ ലഘു പുസ്തകത്തിൽ നിന്ന് 4 ഉദ്ധരണി വായിച്ച് കേൾപ്പിച്ചു. ആ ഉദ്ധരണി വായിച്ച് കേൾപ്പിച്ചു. ഞാൻ അതിൽ പറഞ്ഞ സംഗതി എന്താ വെച്ചാൽ, അത് വസീലത്തുനിൽ ശിർക്കാണ്, ഹറാമാണ്, മുത്തലക്കൻ ശിർക്ക് എന്ന് പറയാൻ പറ്റൂല എന്നുള്ള വാചകം വായിച്ച് കേൾപ്പിച്ചു. അതോടുകൂടി അബ്ദുറഹ്മാൻ സലഫി പിന്നെ എന്നോട് പറഞ്ഞത്, നീ അങ്ങനെ പറയുമെന്ന് ഒരു കാലത്ത് ഞങ്ങൾ വിചാരിച്ചിട്ടില്ല എന്ന്. അപ്പോൾ ഞാൻ കേന്ദ്രമിൻ്റെ നിലപാടിന് അനുകൂലമായി സംസാരിക്കുമെന്ന് അബ്ദുറഹ്മാൻ സലഫി വിചാരിച്ചുകൊണ്ടാണ് എന്നോട് ചോദിക്കാൻ തന്നെ കാരണം. പിന്നെ അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം പിന്നെ ഒരു തീരുമാനം എടുത്തു. എന്താ തീരുമാനം എന്നറിയാം? അബ്ദുറഹ്മാൻ സലഫി നോട്ടിൽ വെച്ചു, എഴുതി വായിച്ചു. എന്താണ്? ജിന്നിനോടുള്ള പ്രാർത്ഥന അത് ശിർക്കാണ്. ജിന്നിനോടുള്ള ഇസ്തിആന, സഹായതേട്ടം എന്ന് പറഞ്ഞാൽ അത് ശിർക്കാകുന്നതുണ്ട് എന്നും ഹറാമാകുന്നതുണ്ട് എന്നും വസീലത്ത് ശിർക്കാകുന്നതുണ്ട് എന്നൊക്കെ പണ്ഡിതന്മാർക്ക് അഭിപ്രായമുണ്ട്. ഏതായിരുന്നാലും അത് നിഷിദ്ധമാകുന്നു, ഹറാമാകുന്നു. ജിന്നിനുള്ള ഇസ്തിആന ഹറാമാകുന്നു എന്നാണ് എഴുതി തീരുമാനമായി. എല്ലാവർക്കും സമ്മതമായി, തൃപ്തിയായി. നമ്മൾക്ക് ആ വൈജ്ഞാനികമായ ചർച്ച കൂടി പോയി കഴിഞ്ഞാൽ എടുക്കാവുന്ന ഒരു തീരുമാനം അതേ ഉള്ളൂ. ആ തീരുമാനം എടുത്തു, അങ്ങനെ പിരിഞ്ഞു പോയി. അതോട് തീരണം പ്രശ്നം. സത്യത്തിൽ അവിടെ തീരണ്ട, അവിടെ തീർന്നില്ല. ഇവിടെ ഭൂരിപക്ഷം ഇല്ലാത്തതുകൊണ്ട് അതിൻ്റെ മേലെ ജമിയത്തുൽ-ഉലമയുടെ അതിൻ്റെ എക്സിക്യൂട്ടീവിൽ കൂടിയിട്ട് അത് ഈ പറഞ്ഞ മീറ്റിങ്ങിലൊന്നും ആരില്ലാന്നറിയാം. ജക്കരിയ സലാഹി ഇതിലൊന്നും പങ്കെടുത്തിട്ടില്ല. മൂപ്പർക്ക് ഇതിൻ്റെ എല്ലാ കുതന്ത്രങ്ങളും മനസ്സിലാക്കിയത് കൊണ്ട് മൂപ്പരെ ഇന്ന് ഒഴിഞ്ഞു നിന്നതാണ്. പക്ഷേ ജമിയത്തുലിൻ്റെ എക്സിക്യൂട്ടീവിൽ ആരുണ്ട്? അദ്ദേഹം ഒറ്റക്കായ സന്ദർഭത്തിൽ അദ്ദേഹത്തെ കൊണ്ട് നിർബന്ധിച്ച് ശിർക്കാകുന്നു എന്ന് എഴുതി ഒപ്പിടിക്കുകയും ചെയ്തു എന്നതാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ദൗറയിലെടുത്ത തീരുമാനം ഹറാമാകുന്നു, പാടില്ലാത്തതാകുന്നു എന്ന നിലപാടാണ്. അതിലെല്ലാവർക്കും സമ്മതവുമായിരുന്നു. പിന്നെ എങ്ങനെയാണത് മാറിപ്പോയത് എന്നുള്ളതിനെപ്പറ്റി ഒരു തിരുവാടും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇതാണ് അതിൻ്റെ ചരിത്രപരമായ പശ്ചാത്തലം. ഇതൊക്കെ ഒന്ന് പറയേണ്ടത് ആവശ്യമാണ്. ഇതൊക്കെ മറന്നുപോയല്ലോ. ഇതൊക്കെ ഈ സത്യങ്ങളൊക്കെ ഇവിടെ നിലനിൽക്കേണ്ടതാണല്ലോ. ഇവിടെ നടന്നുപോയ കാര്യങ്ങളൊക്കെ നിലനിൽക്കേണ്ടതാണല്ലോ. അതൊന്നും കുഴിച്ചുമൂടാൻ പറ്റിയൊരു സംഗതിയല്ലല്ലോ എന്നതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. ഞാൻ ഈ പായം പടമൊക്കെ കെട്ടിവെച്ച അതിലേക്ക് പോകണ്ടാന്ന് തീരുമാനിച്ചാൽ, പക്ഷെ ചില ആൾക്കാർ സമ്മതിക്കുന്നില്ല. ഇതൊക്കെ ഒന്ന് പറയിപ്പിച്ചേ അടങ്ങൂ എന്നുള്ളതുകൊണ്ടാണ് ഞാനിത് പറയാൻ നിർബന്ധിതനായി. തൽക്കാലം ഇന്നത്തെ ഈ ചരിത്രപരമായ പശ്ചാത്തലത്തെക്കുറിച്ചുള്ള ഈ വിവരണം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് തുടർന്ന് ചില കാര്യങ്ങൾ പിന്നീട് നമുക്ക് പറയാം. ഇപ്പം തൽക്കാലം അവസാനിപ്പിക്കുകയാണ്. എല്ലാവരും നിഷ്പക്ഷമായി സത്യസന്ധമായി ഇത് കേൾക്കണം എന്ന് എനിക്ക് പറയാനുള്ളത്. ഇതിലുള്ള കുതന്ത്രങ്ങളും കുനുഷ്ടുകളൊക്കെ തിരിച്ചറിയണം. ഇതൊന്നും വൈജ്ഞാനികമായ ഒരു ചർച്ചയുടെ ഭാഗമായിട്ട് കൊണ്ടുവന്നതല്ല. ഇത് രാഷ്ട്രീയമായ പൊളിറ്റിക്സാണ്, സംഘടനാപരമായ പൊളിറ്റിക്സിൻ്റെ പേരിൽ വിവാദവൽക്കരിക്കപ്പെട്ടൊരു കാര്യം മാത്രമാകുന്നു എന്ന സത്യമാണ് എനിക്ക് അതിൽ നിന്ന് ബോധ്യപ്പെട്ടിട്ടുള്ളത്. അത് തന്നെ സത്യാന്വേഷികൾക്കൊക്കെ ബോധ്യപ്പെടുകയുമുള്ളൂ. എനിക്ക് നല്ല ബോധ്യമുണ്ട് എന്നാണ് എനിക്ക് നിങ്ങളുടെ മുമ്പിൽ പറയാനുള്ളത്. ഇത് സത്യമാണ്. ഇതിലൊന്നും ഒരു കളവിൻ്റെ ഒരു അംശം പോലും ഇല്ല. 101% സത്യമായി ബോധ്യപ്പെട്ട കാര്യം മാത്രമാണ് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്
ബാക്കി കാര്യങ്ങൾ നമുക്ക് പിന്നീട് സംസാരിക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാവരിലും ഹൈറും ബറക്കത്തും നൽകുമാറാകട്ടെ. സത്യം സത്യമായി ഉൾക്കൊണ്ട് അതനുസരിച്ച് മുന്നോട്ട് പോകാനുള്ള സൽബുദ്ധി എല്ലാവർക്കും നൽകുമാറാകട്ടെ. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു വസല്ലമ അലാ ഖൈരി ഖൽഖിഹി മുഹമ്മദ് വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ.